ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് ബേക്കറി സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇതുണ്ടാക്കിയെടുക്കാനും ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ഞാനിത് 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്ത കടലപ്പരിപ്പാണിത്. കിണ്ണത്തപ്പം കഴിക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് ഇടക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പകുതി വേവാക്കി എടുക്കണം. അപ്പോൾ ഈ കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടല വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കുക. ഒരൊറ്റ വിസിലിൽ തന്നെ ഇതൊരു ഹാഫ് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു 350 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇത് നൂൽപ്പരുവൊന്നും ആവണ്ട, ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഈ ശർക്കര പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ശർക്കരപ്പാനി അരിച്ചെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു 1.5 തേങ്ങയുടെ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ തേങ്ങയിൽ നിന്നും 250 ml കപ്പിൽ 1 കപ്പ് 1/4 പാലും 2 കപ്പ് 2/2 പാലുമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 1/4 പാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു കടായിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ, അതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയുടെ 2/2 പാലില്ലേ, അത് കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയുടെ 2/2 പാൽ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ അരിപ്പൊടിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കരപ്പാനി ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറുക്കിയെടുക്കരുത് കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിൽ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതായിട്ട് കാണാം. ഇതുപോലെ കുറുകി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല കട്ടിയായിട്ടുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടുള്ളൂ. ആ ഒരു 1/4 പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പകുതി വേവിച്ചെടുത്ത കടലപ്പരിപ്പുണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് പകുതിയല്ലേ വേവിച്ചിട്ടുള്ളൂ, അപ്പോൾ ബാക്കി പകുതി ഇതിൽ കിടന്നിട്ട് വെന്ത് കിട്ടും കേട്ടോ.
അപ്പോൾ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഗീ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആകെപ്പാടെ ഒരു 4 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 4 ടേബിൾ സ്പൂൺ നെയ്യും നമ്മളിതിലേക്ക് ഒരുമിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്. ഈ കൂട്ട് തിക്കായി വരുന്നതിനനുസരിച്ച് ഓരോ സ്റ്റേജിലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ കൂട്ട് ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ ഇത് ഈ പാനിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ട് വന്നാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ഗീയൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ആ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൂന്നാമത്തെ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഗീയൊക്കെ തെളിഞ്ഞിട്ട് കറക്റ്റ് പാകമായിട്ട് വരാൻ ഒരു 35 to 40 മിനിറ്റ് സമയമൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ്. നിങ്ങൾ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഗീ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഗീയിലിട്ടിട്ട് ഈ കൂട്ട് നല്ലതുപോലെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് ഇതിലെ നെയ്യൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് എടുത്തിട്ടോ ഇതുപോലെ ഗീയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കറക്റ്റ് പാകത്തിലായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗീ തടവി കൊടുത്ത പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഈ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് സെറ്റായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കരുത് കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നിട്ട് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും. ഏകദേശം ഇതൊരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ലതുപോലെ സെറ്റായിട്ട് വരും. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് ചൂടാറിയിട്ട് നല്ലതുപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ കിണ്ണത്തപ്പം നല്ലതുപോലെ ചൂടാറിയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന നെയ്യൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ ഞാനിതിലെ നെയ്യൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിണ്ണത്തപ്പം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഈ പാത്രം എടുത്ത് മാറ്റിയാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അരിപ്പൊടി കൊണ്ട് ബേക്കറി സ്റ്റൈൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കിണ്ണത്തപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് ഈ ഒരു രീതിയിലല്ലാതെ ആവിയിൽ വേവിച്ചെടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കുക ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ അരിപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുപോലെ കിണ്ണത്തപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.